സ്നേഹം നിറഞ്ഞവരെ, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിന്റെ മാതൃക നൽകി വിശുദ്ധ കുർബാന സ്ഥാപിച്ച പൗരോഹിത്യം സ്ഥാപിച്ച ആ പുണ്യദിനത്തിന്റെ സ്മരണയാർന്നുകൊണ്ടാണ് കാളൂർ സെന്റ് ജോസഫ് ഇടവകയിലെ CLC സംഘടന ഒരുക്കുന്ന എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്ന ദൃശ്യാവിഷ്കരണം ഇവിടെ അവതരിപ്പിക്കപ്പെടുക. ഒരുപാട് നാളത്തെ പ്രയത്നവും അധ്വാനവും ഒക്കെ ഇതിന്റെ പുറകിലുണ്ട്. CLCയിലെ എല്ലാ അംഗങ്ങളെയും നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് ഈ പെസഹായുടെ വലിയ അനുഭവം ദൃശ്യാവിഷ്കമാക്കുന്ന എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന ഈ ഒരു അവതരണത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ പെസഹായുടെ ഈ രാത്രി നമുക്ക് കൊണ്ടാടാം. പെസഹ ബലി അർപ്പിക്കുന്ന പൊടിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം ദിവസം പെസഹ ഒരുക്കണമെന്ന് ശിഷ്യന്മാരോട് യേശു ആവശ്യപ്പെട്ടു. യേശുവിന്റെ നിർദ്ദേശപ്രകാരം നഗരത്തിലെ സജ്ജീകൃതമായ ഒരു വലിയ മാളികമുറിയിൽ ശിഷ്യന്മാർ യേശുവിന് വേണ്ടി പെസഹ ഒരുക്കി. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ്. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവൻ ആരാണ്? ഞാൻ ഈ അപ്പകഷ്ണം വീഞ്ഞിൽ മുക്കി ആർക്ക് കൊടുക്കുന്നുവോ അവനായിരിക്കും എന്നെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നത്. നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. അന്ത്യത്താഴത്തിന് ശേഷം യേശു താൻ പതിവായി പ്രാർത്ഥിക്കാറുള്ള ഒലീവ് മലയിലുള്ള ഗെത്സമനി തോട്ടത്തിൽ ഏതാനും ശിഷ്യന്മാരുമായി എത്തി. നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുക. പിതാവേ, അങ്ങേക്ക് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റേണമേ. നീ ഭയപ്പെടേണ്ട. പിതാവായ ദൈവത്തിന്റെ ഹിതമാണ് നീ നിറവേറ്റാൻ പോകുന്നത്. അവിടുന്ന് നിന്നെ സഹായിക്കും, ശക്തിപ്പെടുത്തും. എങ്കിലും എന്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. ശിമയോനേ, നീ ഉറങ്ങുന്നു.
മണിക്കൂർ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ? ഇതാ സമയമെടുത്തിരിക്കുന്നു. മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകും. എഴുന്നേൽക്കുവിൻ, എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു. നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? നസ്രായനായ യേശുവിനെ. ഗുരു സ്വസ്തി. യൂദാസേ, ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ വെട്ടിക്കൊടുക്കുന്നത്? വാൾ ഉറയിലിടുക. വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. തിരുത്താനാവാത്ത തിന്മ ചെയ്തതിന്റെ കുറ്റബോധം സഹിക്കാൻ കഴിയാതെ ഒറ്റിക്കൊടുത്ത യൂദാസ് തൂങ്ങി മരിച്ചു. പ്രഭാതമായപ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘത്തിന്റെ മുൻപാകെ യേശുവിനെ വിചാരണ ചെയ്തു. പിന്നീട് പീലാത്തോസിന്റെ അരമനയിലേക്ക് തുടർ നടപടിക്ക് വേണ്ടി കൊണ്ടുപോയി.